ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു മധുരമാണ് കേട്ടോ. ഒരു 5 രൂപ പാക്കറ്റ് ബൂസ്റ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കണ്ടേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് കുറച്ച് കശുവണ്ടി ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്തെടുത്തിട്ട് അത് പൊടിച്ചെടുക്കണം. അങ്ങനെ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേ പൊടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അടുത്തത് 1 കപ്പ് പാലെടുക്കുക. 250 ml പാലുണ്ട് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ബൂസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പാല് 1 കപ്പ് പാലിട്ട് കൊടുക്കുക. വെള്ളം കൂട്ടാത്ത പാലാണ് കേട്ടോ. പിന്നെ ഇതാണ് കോൺഫ്ലോർ. അത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സിയിൽ കറക്കാൻ. മിക്സിയിൽ കറക്കി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കുക. ഇനി എന്തെങ്കിലും ബൂസ്റ്റ് കട്ടയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇനി മധുരം ഇത്ര ആവശ്യമില്ലാത്തവർക്ക് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലവർ പെട്ടെന്ന് കട്ടായി പോകും. ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിച്ചു വെക്കാൻ പോകുന്നത് ആ പാത്രം ഒന്ന് ഓയിൽ തടകിയെടുക്കുക കേട്ടോ. സംഭവം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി അടുത്തത് നമുക്കിതൊന്ന് ഭംഗിയാക്കി കൊടുക്കണ്ടേ. ബാക്കിയുള്ള ബൂസ്റ്റിൻ്റെ പൊടി വെച്ചിട്ട് ആ മേലയിലൊക്കെ ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. അത് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കശുവണ്ടി എടുക്കുക. കശുവണ്ടി പൊടിച്ചതെടുക്കുക. കശുവണ്ടി പൊടിച്ചതും അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ബ്രൗണും വൈറ്റും കൂടി ചേർന്ന് നല്ലൊരു ഭംഗിയായിട്ടില്ലേ. ഇപ്പോൾ ഇത് പൊടിച്ചാൽ ഇനി വെറുതെ ജസ്റ്റ് ഒന്ന് കശുവണ്ടി ക്രഷ് ചെയ്തെടുത്തിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇതിനെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. തണുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ സംഭവം കലക്കി. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. ആ ബൂസ്റ്റും ആ കശുവണ്ടിയും ഒക്കെ ചേർന്ന് സംഭവം കലക്കിയിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു പുഡിങ് പോലെ ഇരിക്കും. മക്കളപ്പം നോക്കി നിൽപ്പുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.